നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജി സുധാകരൻ ഇടഞ്ഞു തന്നെ അനുനയ നീക്കമൊക്കെ പാളുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയിൽ ഇന്ന് മുഖ്യമന്ത്രി ജി സുധാകരനെ കാണാനുള്ള കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ സാധ്യതകൾ മങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ജി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തില്ല എന്നത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. നമുക്കിന്ന് അറിയാവുന്ന പോലെ തന്നെ പെരുമ്പളം പാലത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുന്നുണ്ട്. ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് ജി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തും മുഖ്യമന്ത്രി എന്നായിരുന്നു കരുതിയിരുന്നത്. എന്തായാലും മുഖ്യമന്ത്രി മാങ്കൊമ്പിൽ നിന്ന് പെരുമ്പളത്തേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു അനുനയ നീക്ക ചർച്ചയ്ക്ക് ഇനി സാധ്യതയില്ല എന്ന് തന്നെയാണ്. മാങ്കൊമ്പിൽ ഒരു റോഡ് ഉദ്ഘാടനത്തിന് ശേഷം പെരുമ്പളം പാലത്തിൻ്റെ ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി മടങ്ങുകയായിരുന്നു. ഇതിനിടയിൽ ജി സുധാകരനെ കാണും എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അത്തരത്തിൽ യാതൊരു നീക്കവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ജി സുധാകരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പങ്കുവച്ചിരുന്നു. പക്ഷേ ആ ഒരു ലൈവ് ഇപ്പോൾ ജി സുധാകരൻ തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. തൻ്റെ അറിവില്ലാതെയാണ് അഡ്മിൻ അത്തരത്തിലൊരു ലൈവ് പങ്കുവച്ചതെന്നാണ് ജി സുധാകരൻ നൽകുന്ന വിശദീകരണം. എന്തായാലും കാര്യങ്ങൾ രൂക്ഷമാകുന്നു. ജി സുധാകരൻ പാർട്ടിയോട് ഇടഞ്ഞു തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജി സുധാകരൻ്റെ പിണക്കം മാറ്റാൻ ഒരു ശ്രമവും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. വരും ദിവസങ്ങൾ ഉണ്ടാകുമോ എന്നതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുന്നത്. പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാവ് ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് CPIM. പക്ഷേ പാർട്ടി അംഗത്വം പുതുക്കാനെന്ന നിലപാടിലാണ് ജി സുധാകരൻ. ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ ഇന്ന് എത്തുമായിരുന്നു. അത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലൊരു പരിപാടിക്കായി എത്തുമ്പോൾ ജി സുധാകരനെ നേരിൽ കണ്ട് സംസാരിച്ച് ആ കാര്യങ്ങളിലൊരു വ്യക്തത വരുത്തും എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ആ സാധ്യതകൾ മങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി ജി സുധാകരനെ കാണാതെ മടങ്ങിയിരിക്കുകയാണ്. പെരുമ്പളം പാലം ഉദ്ഘാടന ചടങ്ങിൽ സുധാകരനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ചടങ്ങിലേക്ക് എത്തില്ല എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. പോസ്റ്ററിൽ ജി സുധാകരന്റെ ഫോട്ടോയും ഉൾപ്പെടുത്തിയിരുന്നതാണ്. രാവിലെ 9:30 പുന്നപ്രയിലെ കാർമൽ പോളിടെക്നിക് കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുകയായിരുന്നു മുഖ്യമന്ത്രി. അതിനുശേഷം AC റോഡ് ഉദ്ഘാടനത്തിനായി റോഡ് മാർഗം മാങ്കോമ്പിലെത്തി. 10 മണിക്കാണ് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നടന്നത്. ശേഷം 11:30-ക്കാണ് അദ്ദേഹം പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിനായി തിരിച്ചത്. ഇതിനിടെയാണ് മുഖ്യമന്ത്രി ജി സുധാകരനെ കാണും എന്ന് കരുതിയത്. പക്ഷേ കണ്ടില്ല. തൽക്കാലം പാർട്ടി അംഗത്വം പുതുക്കേണ്ടതില്ല എന്ന നിലപാടിലും ജി സുധാകരൻ ഉറച്ചു നിൽക്കുന്നു. അതിലും മാറ്റമൊന്നുമില്ല. എന്നാൽ പാർട്ടി ബന്ധം ഉപേക്ഷിക്കില്ലെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. അംഗത്വം പുതുക്കാൻ മാർച്ച് 31 വരെ സമയമുണ്ടെന്നിരിക്കെ അനുഭാവിയായി തുടരാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയിലാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയോടും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G ഹരിശങ്കറിനോടും നേതാവ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജി സുധാകരനുമായി സംസാരിക്കാൻ പാർട്ടി നേതൃത്വം ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. പാർട്ടിക്കും മുന്നണിക്കും സഹായകരമായ സമീപനം തന്നെയാണ് ഉണ്ടാവുക എന്നായിരുന്നു CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. ജി സുധാകരൻ പാർട്ടിയിൽ തങ്ങളുടെയൊക്കെ നേതാവാണ്. സംസ്ഥാന സെക്രട്ടറി അദ്ദേഹവുമായി സംസാരിച്ചു. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നായിരുന്നു MA ബേബി പറഞ്ഞത്. എന്നാൽ CPM-ൽ ആകെ ഒരു ആശങ്ക പടർത്തിയിരിക്കുകയാണ് ജി സുധാകരൻ. പാർട്ടി സെക്രട്ടറിക്കും ജില്ലാ നേതൃത്വത്തിനും എതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ആഞ്ഞടിച്ചിരുന്നു. ആ നിലപാടിൽ അദ്ദേഹം മയപ്പെടുത്തിയിട്ടില്ല, മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. പാർട്ടി അംഗത്വം പുതുക്കില്ലെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലയിൽ എത്തുമ്പോൾ അത്തരത്തിൽ ഒരു അനുനയ നീക്കം ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ ആ ഒരു സാധ്യതയൊക്കെ ഇപ്പോൾ നിലവിൽ മങ്ങിയിരിക്കുകയാണ്. നേരത്തെ ഫേസ്ബുക്കിലൂടെ ജി സുധാകരൻ പാർട്ടിക്കെതിരെ ചില കാര്യങ്ങൾ ആഞ്ഞടിച്ചിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമായിരുന്നു: 2026 മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി അംഗത്വം പുതുക്കാൻ ഞാൻ അപേക്ഷ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ലെവിയും വരിസംഖ്യ അടയ്ക്കേണ്ടി വന്നില്ല. 2022 സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായി. ആലപ്പുഴ DCയുടെ കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുകയാണ്. വീണ് പരിക്കേറ്റ ശേഷം ഒരു ബ്രാഞ്ചിനൊഴികെ മറ്റെല്ലാത്തിലും കൃത്യമായി പങ്കെടുത്തിരുന്നു. 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല, പരാതിയില്ല. 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള തനിക്ക് പൊതുപരിപാടികളൊന്നും ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷക്കാലം നൽകിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം തൻ്റെ വീടിനടുത്തുള്ള EMS ഹാളിൽ വെച്ച് നടത്തിയപ്പോൾ അടിയന്തരാവസ്ഥയുടെ ആദ്യകാലത്ത് തന്നെ നിരോധനം ലംഘിച്ച് പ്രകടനം നടത്തി അറസ്റ്റും ജയിൽവാസവും ലോക്കപ്പ് മർദ്ദനവും BIR കേസ് ഉൾപ്പെടെ അനുഭവിച്ച് ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളായ തനിക്ക് ഒരു ക്ഷണക്കത്ത് പോലും നൽകിയില്ല. തൻ്റെ അച്ഛനെ വരെ ആക്ഷേപിച്ച് ഒരു LC മെമ്പർ പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ ഉറ്റ ശിക്ഷനാണ്. ഇതെല്ലാം നേരിട്ട് കഴിഞ്ഞ 5 വർഷങ്ങളായി ഇവിടെ ഞാൻ പാർട്ടിയിൽ തുടരുകയാണ്. ഒരു പ്രലോഭനത്തിന് കീഴടങ്ങിയില്ല. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത് സംസാരിക്കാൻ ചെന്ന തോട്ടപ്പള്ളിക്കാരനായ ഒരു സഖാവിനോട് ശരിയല്ലാത്ത തരത്തിൽ ജില്ലാ നേതൃത്വത്തിൽപ്പെട്ട
ബന്ധപ്പെട്ടയാൾ സംസാരിച്ചതായി അറിഞ്ഞത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി താനൊരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്നർത്ഥം വരുന്ന പ്രയോഗം നടത്തുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അത് കേട്ട് പത്രക്കാരെല്ലാം പൊട്ടിച്ചിരിക്കുന്നതും കണ്ടു. ഇതൊന്നും ചോദിക്കാനോ തിരുത്താനോ ആരും തയ്യാറായിട്ടില്ല. കൂടുതൽ സംഭവങ്ങൾ വിവരിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന് മേൽപ്പറഞ്ഞ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഈ മെമ്പർഷിപ്പ് സ്ക്രൂട്ടിനി കാലത്ത് സ്വമനസാലെ മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുകയാണ്. ആശയാദർശങ്ങളിൽ ജനലക്ഷങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യും. എല്ലാവർക്കും ആശംസകൾ, നന്ദി എന്നായിരുന്നു ജി സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. പിന്നാലെയാണ് ആ ഒരു ജി സുധാകരൻ്റെ ശീതയുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വന്നത്. എന്തായാലും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ പിന്നീട് നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. നേതാക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഇന്ന് മുഖ്യമന്ത്രി കാണുമെന്ന് കരുതി. എന്തായാലും ജി സുധാകരൻ ഇടഞ്ഞു തന്നെ നിൽക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നൊക്കെ അത് വ്യക്തമാണ്. നീണ്ടകാലം ആലപ്പുഴയിലെ CPM-നെ നിയന്ത്രിച്ചിരുന്ന ജി സുധാകരൻ അച്ചടക്ക നടപടിയും പിന്നാലെ അവഗണനകളും ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതലാണ്. പാർട്ടി വ്യവസ്ഥ പ്രകാരം അദ്ദേഹത്തിന് നിയമസഭാ സീറ്റ് കിട്ടിയില്ല. അത് അനുസരിച്ച് 75 വയസ്സ് പ്രായപരിധി വ്യവസ്ഥയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. ഇതിനിടെ അമ്പലപ്പുഴ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ വീഴ്ചയുടെ പേരിൽ അദ്ദേഹത്തെ പാർട്ടി പരസ്യമായി ശാസിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല ഇവിടെ തൊട്ടാണ് വലിയൊരു രീതിയിലുള്ള പോരിന് തുടക്കമായത്. സലാം MLA-യുടെ പരാതിയിലാണ് സുധാകരൻ പാർട്ടി നടപടി നേരിട്ടത്. സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പേരെടുത്ത് കുറ്റപ്പെടുത്തിയതും അദ്ദേഹത്തെ മാത്രമാണ് കുറ്റപ്പെടുത്തിയത്. അതും അദ്ദേഹത്തിനൊരു വലിയ രീതിയിലുള്ളൊരു എതിർപ്പിന് കാരണമായി മാറി. അമ്പലപ്പുഴയിലെ വീഴ്ച മാത്രം സംസ്ഥാന കമ്മിറ്റി നേരിട്ട് അന്വേഷിച്ചു. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും സലാമിൻ്റെ പരാതി വസ്തുതയല്ലെന്നും അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ വിശദീകരിക്കുകയും സലാം ജയിച്ചല്ലോ എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പക്ഷേ നേതൃത്വം അത് അവഗണിച്ചു. 22 കുറ്റങ്ങളാണ് പാർട്ടി അന്വേഷണ കമ്മീഷൻ അദ്ദേഹത്തിനെതിരെ ചുമത്തിയത്. അപ്പോഴെല്ലാം പരസ്യമായി പ്രതികരിക്കാതെ അച്ചടക്കം പാലിച്ചു. 2021 നടപടി രേഖ കഴിഞ്ഞ വർഷം പുറത്തു വന്നതാണ്. ഇത് പാർട്ടിയിലെ എതിരാളികൾ അദ്ദേഹത്തെ അപമാനിക്കാൻ ചെയ്തതാണെന്ന വിമർശനമുയർന്നു. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങൾ അദ്ദേഹത്തെ അപമാനിക്കുന്ന കുറിപ്പുകളിട്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇത്രയും കാലം CPM-ലെ ഒരു പ്രമുഖ നേതാവായിരുന്നു, ഒരു പ്രബലനായ നേതാവായിരുന്നു അദ്ദേഹം പാർട്ടിയിൽ ഇത്രയും കാലം നിന്നിട്ടും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ടു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നേരിട്ടു എന്ന പരാതി ഉയരുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഷമം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടന്ന് അലയടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുനയ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി ഇന്ന് തയ്യാറായില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും വരും ദിവസങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.